നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലക്കുള്ള ഒരു തീരുമാനത്തിലെത്തി ആ നിലക്ക് നമ്മൾ നല്ല ഒരു വിട്ടുവീഴ്ച എല്ലാവരും കൂടി ചെയ്തപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങിയാണ്. ഈ സമസ്ത ആരാണ് ഈ വാർത്ത കൊടുക്കണമെന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത്. ഞാൻ അതിന് മറുപടി ഇവിടുന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ പറയണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങി. അല്ലെങ്കിൽ നമ്മളെ ഈ നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വെടിയേറ്റ് വന്നാലും ആ നെഞ്ച് കാണിച്ചു കൊടുക്കുന്നതായ സ്വഭാവത്തിൽ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ളത് ഒരു വലിയൊരു സംഘടനയാണ്. വ്യക്തികൾക്ക് മാന്യത ഉണ്ടാവും, അവർക്കും ചില ഇറുതുകളൊക്കെ ഉണ്ടാവും, അതുപോലെ സംഘടനകൾക്കും ഉണ്ടാവും. അപ്പൊ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഇകഴ്ത്തുന്ന നിലക്കുള്ളതായ ഏതെങ്കിലും വാർത്തകൾ ഞാൻ ഇന്ന് രാവിലെ ഒരു ചാനലിന്റെ ഒരു പ്രധാനപ്പെട്ട ചാനൽ, ആ ചാനലിന്റെ പ്രത്യേക അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ശകാരിച്ചു രാവിലെ. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങി എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വെടിയേറ്റ് വന്നീന, ആരെങ്കിലും തോക്കേറ്റ് വന്നീന, അങ്ങനത്തെ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. വളരെ സൗഹൃദമായ നിലക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലക്കുള്ള ഒരു തീരുമാനത്തിലെത്തി ആ നിലക്ക് നമ്മൾ നല്ല ഒരു വിട്ടുവീഴ്ച എല്ലാവരും കൂടി ചെയ്തപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങിയാണ്. ഈ സമസ്ത ആരാണ് ഈ വാർത്ത കൊടുക്കണമെന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത്. ഞാൻ അതിന് മറുപടി ഇവിടുന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ പറയണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങി. അല്ലെങ്കിൽ നമ്മളെ ഈ നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വെടിയേറ്റ് വന്നാലും ആ നെഞ്ച് കാണിച്ചു കൊടുക്കുന്നതായ സ്വഭാവത്തിൽ ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൂടിയവരോട് പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു പോറലും ആരും ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്തണം, അതിനെ സ്നേഹിക്കണം, അതിനെ ബഹുമാനിക്കണം. വഴങ്ങിയെന്നോ അല്ലെങ്കിൽ കുഴങ്ങിയെന്നുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ അതിന്റെ ശക്തി നശിപ്പിക്കാൻ ഏതെങ്കിലും ചാനലുകള് ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ചാനലുകളെ ഒറ്റപ്പെടുത്താൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അനുയായികൾ ശ്രമിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് എല്ലാവരോടും പ്രത്യേകമായി ഉണർത്തിക്കൊണ്ടിട്ട് ഈ നൽകിയതായ സ്വീകരണത്തിലേക്ക്, ഈ രാജകീയമായ സ്വീകരണത്തിലേക്ക് നന്ദി എന്നുള്ള വാക്കിൽ അവസാനിപ്പിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനൊരു സാലിഹായ അമലായി കൊണ്ട് കബൂൽ ചെയ്യട്ടെ.